ഇവനെ അറിയാമോ? ഇവനിപ്പോൾ MLA ആകണം, മന്ത്രിയാകണം, ഓർത്തഡോക്സ് സഭ സീറ്റ് വാങ്ങിക്കൊടുക്കണം. ഇവൻ ആളില്ലാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് പോലും. അതായത് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ യുവജന വിഭാഗം പ്രസിഡന്റാണെന്നാണ് അവകാശവാദം. ഇവൻ എഴുതി കൊടുത്ത് ദുബായിൽ നിന്നും ഒരു പയ്യൻ ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ച കുറിപ്പിലാണ് പറയുന്നത് ഇവൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച് MLA മന്ത്രിയും ഒക്കെ ആകുമെന്ന്. ആ കുറിപ്പൊന്ന് കേൾക്കാം. യാക്കോബായ സഭയോട് കാട്ടുന്ന ഒരംശം ഭാരതത്തിലെ തദ്ദേശീയ സഭയായ മലങ്കര സഭയോട് കാട്ടണ്ടേ? സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണല്ലോ. സമുദായങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും തങ്ങളുടെ ആളുകൾക്കായി സീറ്റ് ഉറപ്പിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭാംഗവും ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ ജനാധിപത്യ കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ഓർത്തഡോക്സ് സഭ ലഹരി വിരുദ്ധ സമിതി ട്രഷററുമായ ഡോക്ടർ റോബിൻ പി മാത്യുവിനായി തിരുവനന്തപുരം സീറ്റ് ചോദിച്ചു വാങ്ങണം. നിലവിലെ സിറ്റിംഗ് സീറ്റ് അതേപോലെ യുവജന നേതാവ് എന്ന പരിഗണന തീർച്ചയായും ജയിക്കാൻ സാധിക്കും. LDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായും മന്ത്രിസ്ഥാനം ഉറപ്പായും ലഭിക്കുകയും ചെയ്യും. ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടാൽ സഭയ്ക്ക് ഒരു MLAയും മന്ത്രിയും ലഭിക്കും. ഇതാണ് ആ കുറിപ്പ്. ഇവൻ അവകാശപ്പെടുന്ന പാർട്ടിയുടെ സീറ്റാണ് ഇടതുമുന്നണിയിൽ ഈ പറയുന്ന തിരുവനന്തപുരം സീറ്റ്. അത് ഓർത്തഡോക്സ് സഭ വാങ്ങി ഇവനെ നിർത്തി ജയിപ്പിച്ച് മന്ത്രിയാക്കണം. ഉള്ളവരുടെയൊക്കെ ആഗ്രഹമേ ഓർത്തഡോക്സ് സഭയുടെ ജോലി സീറ്റ് വാങ്ങലാണോ? സഭയിൽ ഇവൻ മാത്രമേ ഉള്ളൂ? സഭാ വിശ്വാസികൾ പലരും പല പാർട്ടിയിലായി ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. ഇവനാരാ? മുമ്പ് ഒരു തവണ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. കഴിഞ്ഞ തവണ വീണ്ടും മത്സരിച്ചപ്പോൾ ആളുകൾ കവളി മടൽ കൊണ്ട് അടിച്ചോടിച്ചു. ഇനി മേലാൽ ഈ വഴി വന്നേക്കരുതെന്ന് പറഞ്ഞ് ഓടിച്ചവനെ പിൻവാതിൽ നിയമനത്തിലൂടെ ലഹരി വിരുദ്ധ സമിതിയിലും ആശുപത്രി കമ്മിറ്റിയിലും നുഴഞ്ഞു കയറ്റിച്ചു. ഇപ്പോൾ അവന് നിയമസഭയിൽ മത്സരിക്കണം. ആ പാർട്ടിയുടെ ചെയർമാൻ്റെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് ചെന്നപ്പോൾ തോട്ട പൊട്ടിച്ച് ഓടിച്ചെന്നാണ് ആളുകൾ പറയുന്നത്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഇവന് എന്ത് യോഗ്യതയാണുള്ളത് നിയമസഭയിൽ മത്സരിക്കാൻ? ആദ്യം പോയി പഞ്ചായത്തിൽ മത്സരിക്കുക. അതെങ്ങനാ? സ്വന്തം നിഴൽ പോലും കൂടെ ഇല്ലാത്തവന് ആര് പഞ്ചായത്തിൽ സീറ്റ് കൊടുക്കാനാ? സ്വന്തം നാട്ടിൽ പോലും ആർക്കും ഇവൻ ഇങ്ങനെ ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണെന്നറിയില്ല. ഇവൻ വന്നിരിക്കുന്നു ഓർത്തഡോക്സ് സഭയെ പരിഹസിക്കാൻ. ഓർത്തഡോക്സ് സഭ ഇവൻ്റെ കുടുംബസ്വത്താണോ? കഷ്ടമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ?